76-ൽ SFIയിൽ തുടങ്ങിയതാണ് ജീവിതം. അതുകൊണ്ട് അതൊന്നൊരു വിഷയമൊന്നല്ല. നമസ്കാരം. രഞ്ജിത്ത്, മലയാള സിനിമയിലെ പ്രമുഖ സംവിധായകനായ രഞ്ജിത്ത്, അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു. ഏകദേശം 4 മില്യൺ ആൾക്കാരാണ് ആ വീഡിയോ കണ്ടത്. ആ വീഡിയോ കണ്ടത് മാത്രമല്ല, ഏകദേശം 25,000 പേരാണ് ആ വീഡിയോ ഷെയർ ചെയ്തത്. അത്ര തന്നെ ആളുകൾ കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ എത്രമാത്രം ജനങ്ങൾ ആകർഷിച്ചു എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ വീഡിയോയിൽ എന്തായിരുന്നു പ്രത്യേകത? മലയാള സിനിമയിലെ തെന്നിന്ത്യയിലെ പ്രമുഖ പ്രശസ്ത നടി രേവതി ഇദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിലാണെന്നും ആ രേവതിയെ ഗർഭിണിയാക്കി എന്നും ഉള്ള വാർത്തയാണ് ഞാൻ പറഞ്ഞത്. മാത്രമല്ല, അതിൽ രേവതിയിൽ ജനിച്ച കുട്ടിയുടെ പിതാവ് രഞ്ജിത്താണ് എന്ന് പറയുന്ന വളരെ എക്സ്പ്ലോസീവായ വാർത്തയാണ് ഞാൻ പുറത്തുവിട്ടത്. അത് സമയത്ത് അതേപോലെ ഞാൻ പറഞ്ഞിരുന്നു, വീട്ടിൽ വലിയ കലാപമായി രഞ്ജിത്തിൻ്റെ. അവസാനം ഭാര്യ ഭ്രാന്തിയായി, വീട്ടിൽ വലിയ പ്രശ്നമായി. ഇതൊന്നും രഞ്ജിത്തിനെ ബാധിച്ചില്ല. രഞ്ജിത്ത് ഭാര്യയെ മാത്രമല്ല രേവതിയെയും പറ്റിക്കായിരുന്നു. കാണുന്ന പെൺകുട്ടികളെ മുഴുവൻ മാത്രമല്ല, ആൺകുട്ടികളെ കണ്ടാലും വലയിൽ വീഴ്ത്തുക. ഒരു ലൈംഗിക രോഗിയാണ്, മാനിയുള്ള ഒരാളായിരുന്നു രഞ്ജിത്ത്. ബാംഗ്ലൂർ വെച്ചൊരു ചെറിയപ്പക്കാരനെ ഉടുതുണിയൊക്കെ അഴിപ്പിച്ച് വൃത്തികേട് കാണിക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായത് അദ്ദേഹത്തിനെതിരെ പരാതി വന്നതാണ്. 2 കേസുകൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏറ്റവും അധികം പരാമർശങ്ങളുള്ള ഒരാളാണ് രഞ്ജിത്ത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വലിയ സൂപ്പർ താരങ്ങളുടെ അടക്കമുള്ള കൃത്യമായ തെളിവുകളുണ്ട്. പോക്സോ കേസിലടക്കം നമ്മുടെ സൂപ്പർ താരങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ പിണറായി വിജയനുള്ളപ്പോൾ തേച്ച് മാച്ച് കളയാൻ വലിയ ബുദ്ധിമുട്ടല്ലല്ലോ. അതൊക്കെ തേച്ച് മാച്ച് കളഞ്ഞു. ആ റിപ്പോർട്ട് തന്നെ പൂഴ്ത്തി വെക്കാൻ നമ്മുടെ മന്ത്രി, എന്താണ് പേര്, നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രി സജി ചെറിയാൻ, അദ്ദേഹത്തിന് ഒരു സിനിമാ നടിയെ വേണം എന്ന് പറയുന്ന ഒരു ഡിമാൻഡ് കൊടുത്തത് അതുവഴിയാണ് പൂഴ്ത്തി വെച്ചത് എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. അദ്ദേഹമാണ് ഇപ്പോൾ ചെങ്ങന്നൂരിൽ മത്സരിക്കുന്നതെന്ന് ഓർക്കണം. ആഭാസൻ എന്ന് വേണം അദ്ദേഹത്തെ പറയാൻ. അദ്ദേഹത്തിന് മറ്റൊന്നും വേണ്ട, ആ സിനിമാ നടിയെ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു എന്നുള്ള വാർത്ത. അല്ലാന്നോ നിഷേധിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? നമ്മുടെ സജി ചെറിയാനാണ്. ആ സജി ചെറിയാൻ നിഷേധിക്കാൻ പറ്റില്ല. കാരണം എത്രയും കാലം പൂഴ്ത്തി വെച്ചത് എന്താണ്? ഈ WCCയോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന, അതായത് വനിതാ കൂട്ടായ്മയോടൊപ്പം നിൽക്കുന്നു എന്നാണ് പിണറായി വിജയനൊക്കെ പറഞ്ഞതെങ്കിലും സജി ചെറിയാനൊക്കെ പറഞ്ഞതെങ്കിലും യഥാർത്ഥത്തിൽ അങ്ങനെയായിരുന്നില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കിട്ടിയ ശേഷം അത് പൂഴ്ത്തി വെക്കുകയായിരുന്നു. മാസങ്ങളല്ല, 4.5 കൊല്ലങ്ങളോളം പൂഴ്ത്തി വെച്ചു. സജി ചെറിയാനെ അത് വിറ്റ് കാശാക്കുമായിരുന്നു, ദുരുപയോഗം ചെയ്യായിരുന്നു എന്നുള്ള വാർത്തകളാണ് വന്നത്. അതായത് ഇത് വെച്ചിട്ട് ഒരു സിനിമാ നടിയെ ആവശ്യപ്പെട്ടു എന്ന് പറയുന്ന ആഭാസനാണ് ആര്? നമ്മുടെ സജി ചെറിയാൻ. അതെന്തിനാണ് ആവശ്യപ്പെട്ടതെന്നൊക്കെ ഞാൻ പറയുന്നില്ല. ഇതാവട്ടെ, അത് അത്തരം കാര്യങ്ങളൊക്കെ പരിഹരിച്ചിട്ടാണ് അതിലെ സൂപ്പർ താരങ്ങൾ തന്നെ രക്ഷപ്പെട്ടത് എന്നുള്ള വാർത്തയും ഞാൻ അന്ന് പറഞ്ഞിരുന്നു. എന്തായാലും നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. ഇപ്പോൾ രഞ്ജിത്ത് അറസ്റ്റിലായിരിക്കുകയാണ്. ഒരു സിനിമാ നടിയെ, പുതിയ നടിയെ അദ്ദേഹം കാരവൻ ബസ്സിലേക്ക് തൊടുപുഴ വെച്ച് ഷൂട്ടിങ്ങിനിടയിൽ കയറ്റുകയും നമ്മുടെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ ആ നടി ഇറങ്ങി ഓടി എന്നാണ് പറയുന്നത്. ഇറങ്ങി ഓടിയത് CCTV ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നു. അതിനുള്ള തെളിവുകളൊക്കെ പോലീസ് കണ്ടെത്തി എന്നുള്ളതാണ്. ഇത് ഇന്നലെ ഉണ്ടായതല്ല, ജനുവരി 9-നാണ് ഉണ്ടായത്. ഈ പി ശശിയുടെ നിയന്ത്രണത്തിലായിരുന്നു കഴിഞ്ഞ കാലത്തിലൊക്കെ കേരളത്തിലെ പോലീസ്. എന്നാൽ ഇപ്പോൾ പി ശശിയുടെ നിയന്ത്രണത്തിലെല്ലാം കൈവിട്ടു പോയി. ഇപ്പോൾ എല്ലാം നല്ല കൃത്യമായി പ്രവർത്തിക്കുന്ന കുറേ സിനിമ ഓഫീസർമാർ വന്നപ്പോൾ കൂടി അവർ കൃത്യമായി പ്രവർത്തിക്കാൻ തുടങ്ങി. ഇപ്പോൾ രഞ്ജിത്തിനെ പൊക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് അദ്ദേഹം അകത്താവുന്നത്. ഈ സന്ദർഭത്തിൽ ഷർഷാദ് ബനിയാണ്ടിയുടെ ഒരു പോസ്റ്റ് ഉണ്ട്, നമ്മളത് മനസ്സിലാക്കേണ്ടതാണ്. വളരെ ഗംഭീരമായ ഒരു പോസ്റ്റാണ്. അദ്ദേഹം കള്ളക്കേസിൽ കുടിക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളാണ്. രഞ്ജിത്ത് കൃഷ്ണ എന്ന് പറയുന്ന പരമതണ്ടിയായ ഒരുത്തൻ പിണറായിയോടും പി ശശിയോടെ കൂട്ട് നിൽക്കുന്ന ഒരാളാണ്. അയാളുടെ സഹചാരിയാണ് ഈ പറയുന്ന പി ശശി. ആ പി ശശി ഇപ്പോൾ മാറിയോട് കൂടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ കൃത്യമായ നിയമ നടപടി ഉണ്ടായതെന്നാണ് ഷർഷാദ് ബനിയാണ്ടി പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഒന്ന് വായിക്കാം നമുക്ക്. ഒടുവിലിന്റെ ശാപം, രാവണപ്രഭു ജയിലിലേക്ക്, ദേവാസുരം, മംഗലശ്ശേരി നീലകണ്ഠൻ, 6-ാം തമ്പുരാൻ, നരസിംഹം തുടങ്ങിയ മലയാള സിനിമയിലെ കാൾട്ട് മൂവികളുടെ തിരക്കഥാകൃത്ത് പിന്നെ സംവിധായകൻ ആയി മാറിയ രഞ്ജിത്ത് പീഡനക്കേസിൽ ജയിലിനകത്തായി. എത്രയോ മുമ്പ് അകത്താകേണ്ടതായിരുന്നു. മുമ്പ് പാലേരി മാണിക്യം എന്ന സിനിമയിൽ അഭിനയിക്കാൻ എത്തിയ ബംഗാളി നടിയോട് മോശമായി പെരുമാറിയതിന് അവർ പരാതി കൊടുത്തിരുന്നു. ബാംഗ്ലൂരിൽ വെച്ച് ഒരു യുവാവിനെ വസ്ത്രമൂരി നഗ്നനാക്കി പീഡിപ്പിച്ചതിന് കേസുണ്ടായിരുന്നു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തിരുന്നതിനാൽ
തടിപുരി. ഹൈന്ദവ കൾട്ട് സിനിമകളുടെ വ്യക്താവായി രഞ്ജിത്ത് വാണിജ്യ സിനിമകളുടെ അമരക്കാരനുമായി മാറിയപ്പോൾ അയാൾ ശരിക്കും ഒരു രാവണപ്രഭുവായി, അല്ലെങ്കിൽ ആറാം തമ്പുരാനായി വിലസുകയായിരുന്നു. ഒരു ഉദാഹരണം, ആറാം തമ്പുരാൻ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ കരണത്തടിച്ച അനുഭവം ആലപ്പി അഷ്റഫ് ഒരിക്കൽ തുറന്നു പറഞ്ഞിരുന്നു. ഒടുവിൽ രഞ്ജിത്തിനോട് എന്തോ തമാശ പറഞ്ഞു. മദ്യപിച്ച അഹങ്കാരം തലക്കി പിടിച്ചിരുന്ന രഞ്ജിത്തിന് ആ തമാശ ഇഷ്ടപ്പെട്ടില്ല. ഉടൻ ആ വയോവൃദ്ധന്റെ ചെവിക്കല്ല് നോക്കി ഒരൊറ്റ അടി. ആ അടി കൊണ്ട് അദ്ദേഹം കറങ്ങി നിലത്ത് വീണു. നിരവധി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന അദ്ദേഹത്തെ എല്ലാവരെയും കൂടി പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ നിറക്കണ്ണുകളാണ് കാണാൻ കഴിഞ്ഞത്. എല്ലാവർക്കും അത് വലിയ ഷോക്കായി മാറി. പലരും എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും രഞ്ജിത്ത് അത് മൈൻഡ് ചെയ്തില്ല. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ തനിക്കേറ്റ അടിയുടെ ആഘാതത്തിൽ മാനസികമായി തുറന്നു. അദ്ദേഹത്തിന്റെ ഹൃദയവും തകർന്നുപോയി. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നാൽ പെട്ടെന്ന് രഞ്ജിത്ത് അക്കാദമിയുടെ ചെയർമാനായി. അതിന്റെ പിന്നിൽ പാർട്ടിയുടെ തീരുമാനമൊന്നുമല്ല, അതൊരു ഗുരുദക്ഷിണയുടെ കഥയാണ്. തന്റെ അരിമ ശിഷ്യനായ ശ്യാംജിത്ത് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററുടെ മകനാണ്. ഈ പ്രപ്പോസൽ അണ്ടർഗ്രൗണ്ടിലൂടെ നീക്കിയാണ് ശ്യാമാണ്. ചെയർമാനായ ഉടനെ രഞ്ജിത്ത് ഒരു SFI-കാരനായിരുന്നു താൻ എന്ന് പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഏത് സ്ത്രീകളെ കാണുമ്പോൾ ലൈംഗിക ആംഗ്യം കാണിക്കുന്ന പൊതു സദസ്സിൽ മദ്യപിച്ച 4 കാലിൽ വരുന്ന സിനിമയിലെ വനിതകളോടൊക്കെ ലൈംഗികാവശ്യം മറയുമില്ലാതെ ചോദിക്കുന്ന ഒരു സാധു മനുഷ്യനെ സെറ്റിലെ 100 പേരുടെ മുന്നിലിട്ട് കാരണം നോക്കി അടിക്കുന്ന, തന്റെ സിനിമകളിലൂടെ ദളിതരെ അപമാനിക്കുന്ന രഞ്ജിത്ത് പറയുകയാണ് 77 കാലത്ത് SFIയിൽ തുടങ്ങിയതാണത്രേ തന്റെ പൊതുജീവിതമെന്ന്. തന്റെ കൂടെ പഠിച്ച ആരെങ്കിലും ഇതിന് സാക്ഷി പറയണ്ടേ? മനസ്സിലായിരിക്കും SFI എന്ന് പറഞ്ഞത്. ആ നാട്ടുകാർക്കും അത് അറിഞ്ഞു പോലുമില്ല. അത് ഇത്രയും പടം ചെയ്തിട്ട് ഇടതുപക്ഷ ആദർശത്തിന് വേണ്ടി ഏതെങ്കിലും പടം ചെയ്തിട്ട് വേണ്ടേ? ചെയ്തതെല്ലാം മാടമ്പിപ്പടങ്ങൾ. പല പ്രാവശ്യം സെല്ലിനുള്ളിൽ പോകേണ്ട അവസരം വന്നിട്ടും തന്റെ ശിഷ്യന്റെ കാരുണ്യത്താൽ രക്ഷപ്പെട്ടതാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. നോക്കിക്കോ, വിധി വന്ന വഴി. പി ശശിയും ആഭ്യന്തര വകുപ്പും വഴി മാറിയപ്പോൾ സ്വതന്ത്രമായ പോലീസ് സംവിധാനം തെരഞ്ഞെടുപ്പ് കാലത്ത് ഉദ്യോഗസ്ഥർ കൃത്യമായി പഴുതുകൾ അടച്ച് പല സംഘങ്ങളെ പുറപ്പെട്ട് തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിച്ച രഞ്ജിത്തിനെ ലോക്ക് ചെയ്യുകയായിരുന്നു. പി ശശി നിയന്ത്രിക്കുന്ന പോലീസ് പല കാര്യങ്ങളിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത അനുസരിക്കുകയായിരുന്നു. വേറെ വഴിയില്ലല്ലോ. എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതിന്റെ പിന്നിലും പോലീസിനെ വന്ന പ്രഷർ അവർ എന്നോട് പറഞ്ഞിരുന്നു. പോലീസ് രാജാണ് അയാൾ നടത്തിയിരുന്നത് എന്ന് പാർട്ടിക്കാർ പോലും തുറന്നു സമ്മതിച്ചിരുന്നു. ഹേമ കമ്മിറ്റിയിൽ മൾട്ടിപ്പിൾ കംപ്ലൈന്റ് വന്നിരിക്കുന്ന അപൂർവം സിനിമക്കാരിൽ ഒരാളാണ് രഞ്ജിത്ത്. രഞ്ജിത്തിനെ 10 വർഷമായി പിൻവാതിലിലൂടെ സംരക്ഷിച്ചിരുന്ന ശിഷ്യം വഴി പി ശശിയാണ്. ഓരോന്നിനും ഒരു പരിധിയുണ്ട്, അത് കഴിഞ്ഞാൽ കാലം കണക്ക് ചോദിക്കും. ഷർഷാദ് ബിനിയാണ്ടിയുടെ FB പോസ്റ്റിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. നമുക്ക് രഞ്ജിത്ത് ഈ സമയത്ത് അറസ്റ്റിലായത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശദമായി പഠിക്കേണ്ടതുണ്ട്, പറയേണ്ടതിന് ഈ കേസ് എന്താണെന്ന് പറയേണ്ടത്, രഞ്ജിത്തിൻ്റെ പഴയകാല കഥകൾ ഒന്നുകൂടി പറയേണ്ടത്. എന്നിരുന്നാൽ അത് SFI-കാരനാണെന്നുള്ള അദ്ദേഹത്തിൻ്റെ വീഡിയോ കൂടി നമ്മൾ തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ SFI-കാരനാണ്, അതെ, SFI-കാരൻ്റെ വീരപരാക്രമങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കുറഞ്ഞ സമയം പോലീസിന് നിയന്ത്രണം കിട്ടിയപ്പോൾ സത്യസന്ധമായ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് രഞ്ജിത്ത് അകത്തായത്. രഞ്ജിത്തൊക്കെ എന്നോ അകത്താവേണ്ടതാണ്. എത്ര പാവപ്പെട്ട പെൺകുട്ടികളുടെ രോദനമാണ് പുറത്തു വരാനുള്ളത്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു കാലഘട്ടത്തും ജയിലിൽ നിന്ന് പുറത്തിറങ്ങില്ല എന്നുള്ളതാണ് സത്യം. നന്ദി, നമസ്കാരം.